ബാന്തിനി ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഫോറസ്റ്റ് ഗ്രീനിൽ ബാന്തിനി ഡിസൈൻസ് ആണ് സർക്കുലർ മോട്ടീവ്സിൽ ഫുൾ സാരി വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് എൻറ്റയർ ബോഡിയിലും അതേ ഒരു ബാന്തിനി ഡിസൈൻസാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഫാബ്രിക് വരുന്നത് ഒരു സെമി ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതിൽ ഫുൾ ബോഡിയിലും ബാന്തിനി ഡിസൈൻസ് വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ബാന്തിനിയിൽ തന്നെയാണ് ഒരു റസ്റ്റിക് ഓറഞ്ച് ടോണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ഈ ഒരു ടോണിൽ തന്നെ, ഈ ഒരു ഫോറസ്റ്റ് ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. വളരെ സോഫ്റ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഒരു സോഫ്റ്റ് സെമി ക്രേപ്പ് സിൽക്ക് എല്ലാം ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്കിലാണ് സാരി വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒതുക്കി നിൽക്കുന്ന ഫാബ്രിക് ആണ്. നമുക്ക് വണ്ണമൊന്നും ഒട്ടും ഫീൽ ചെയ്യില്ല. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റൈലിഷ് ലുക്കിലായിരിക്കും സാരി വരിക. എല്ലാ കോമ്പിനേഷൻസും ഒന്നിനൊന്ന് നല്ല കോമ്പിനേഷൻസ് വന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ഫോറസ്റ്റ് ഗ്രീൻ ആയിരുന്നു വന്നത്. സെക്കൻഡ് വൺ വരുന്നത് കോഫി ബ്രൗൺ, ഡീപ്പസ്റ്റ് കോഫി ബ്രൗണും പീച്ചും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. പീച്ചിലാണ് ആ ഒരു ബാന്തിനി പ്രിന്റ് വരുന്നത്. ഇതിന്റെ പല്ലു വരുമ്പം കോൺട്രാസ്റ്റ് ആയിട്ട് മസ്റ്റേർഡ് യെല്ലോയിലാണ് ബാന്തിനി ഡിസൈൻസിലുള്ള മുന്താണി. റണ്ണിങ് ബ്ലൗസ് പക്ഷേ സഫിഷ്യന്റ് ആയിരിക്കും. ഇതിൽ 1/2 മീറ്റർ ഒക്കെ കാണുള്ളൂ കേട്ടോ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ബ്ലൂ ആണ്. ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ ബോഡി വരുന്നത്. അതിലൊരു സ്കൈ ബ്ലൂ, പൗഡർ ബ്ലൂ ടോണിലാണ് ബാന്തിനി ഡിസൈൻസ് വരുന്നത്. സെയിം പാറ്റേൺ, നല്ല ഫാബ്രിക് ആട്ടോ. സോഫ്റ്റ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഞാൻ വൺലൈനിൽ കാണിക്കും സാരി. ഞാൻ ഉടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് സാരി. അപ്പോൾ അതിന്റെ ആ ഫോളും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് കൺവേ ആവും. ഇതാണ് സാരിയുടെ ആ ഒരു മെറ്റീരിയൽ വരുന്നത്. ട്രാൻസ്പെറൻസി ഇല്ല സാരി. ബാന്തിനി പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു മെറൂണും ആപ്പിൾ റെഡും എല്ലാം കൂടി ബ്ലെൻഡഡ് ആണ്. ഒരു മെറൂണിഷ് ആപ്പിൾ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. എക്സാക്ട് ഒരു കളർ പറയാനല്ലോ കേട്ടോ, നല്ല കളറാണ്. ബാന്തിനി ഡിസൈൻ, സർക്കുലർ മോട്ടീവ്സ്, മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ എനിക്ക് റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ വയലറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു പിങ്ക് ആണ്. ഇതിനെല്ലാം നമുക്ക് സെൽഫ് കളറിൽ ആ ഒരു ബോഡി കളറിലെ ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനിൽ ഇട്ടാലും നല്ലതായിരിക്കും. ഇതിനെല്ലാം പിങ്ക് ബ്ലൗസ് ഇട്ടാലും നല്ലൊരു ഓപ്ഷനാണ്. വയലറ്റ് നല്ല ടോണാണ്. സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, ഇൻസഫിഷ്യന്റ് ആയിരിക്കും. ഇതായിരിക്കും സാരിയുടെ ലുക്ക് വരിക. നല്ല ഫാബ്രിക് ആയിട്ട്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ്. വിത്ത് ബാന്തിനി പല്ലു, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിൽ നല്ലൊരു പെൻസിൽ ഗ്രേയിലാണ് ബാന്തിനി ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആ ഒരു ഫീല് പറയുകയാണെങ്കിൽ നമ്മൾ മൊഡാൾ സിൽക്കിന്റെ എല്ലാം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫോണിലാണ് സാരി കിടക്കുന്നത്. നമ്മൾ ഒരു പ്യുവർ മൊഡാലെല്ലാം ഡ്രേപ്പ് ചെയ്യുമ്പോൾ അതേ ഒരു അപ്പിയറൻസ് വൈസ് ആണെങ്കിലും ഫാബ്രിക് വൈസ് ആണെങ്കിലും ആ ഒരു ലുക്കാണ് സാരിക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ ബാന്തിനി ഡിസൈൻസ്, പല്ലു, ബ്ലൗസ് വരുന്ന പ്ലെയിൻ ബ്ലാക്ക്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലായിരുന്നു ഓരോ സാരിയും വന്ന കേട്ടോ. എല്ലാം നല്ല നല്ല കളേഴ്സാണ്. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് വന്നത് റോയൽ ബ്ലൂ. റോയൽ ബ്ലൂയിലും അതേ ബാന്തിനി ഡിസൈൻസ് തന്നെ ആയിരിക്കും എൻറ്റയർ സാരി വരിക. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. ഇത് ആ ഒരു ബാന്തിനി ഡിസൈനിൽ തന്നെയായിരിക്കും ബോഡിയും പല്ലുവും വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്.